അസ്സലാമലൈക്കും. എല്ലാ പ്രിയപ്പെട്ടവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. ജീവിതത്തിലെ പ്രതിസന്ധികളിൽ തളരാതെ സ്വപ്നങ്ങളിലേക്ക് നടന്നു കയറിയ ഒരു ഉമ്മയുടെ കഥയാണിത്. എവിടെ തോറ്റാലും തോൽക്കാൻ മനസ്സിലാത്തവർക്ക് വേണ്ടി. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ജീവിതത്തിൽ തളർന്നു പോകുന്ന നിമിഷങ്ങളിൽ നമുക്ക് വേണ്ടത് കൈ പിടിച്ചുയർത്താൻ ഒരാളെയല്ല, മറിച്ച് നമ്മുടെ ഉള്ളിലെ ആത്മവിശ്വാസത്തെയാണ്. റഹ്മത്ത് എന്ന ആ ഉമ്മയുടെ കഥ നമ്മളെ പഠിപ്പിക്കുന്നത് അതാണ്. ആദ്യമൊക്കെ വീഡിയോകൾ ചെയ്യുമ്പോൾ ആരും കാണാനില്ലല്ലോ എന്ന് കരുതി വിഷമിച്ചിരുന്ന ആ ഉമ്മ ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്ന് നോക്കൂ. ആയിരക്കണക്കിന് ആളുകൾ ആ ഉമ്മയുടെ വാക്കുകൾക്കായി കാത്തിരിക്കുന്നു. ഒരു ദിവസം തന്റെ ചാനലിൽ 1,00,000 വരിക്കാർ തികഞ്ഞ ആ നിമിഷം റഹ്മത്ത് തന്റെ പഴയ അടുക്കളയിൽ ഇരുന്ന് സന്തോഷം കൊണ്ട് കരഞ്ഞുപോയി. താങ്ങായി നിങ്ങളോർമകൾ ഓർമകൾ. അതിജീവനത്തിന്റെ ചിറകിലേറി ഒരു ഉമ്മയുടെ വിജയഗാഥ. മനസ്സിൽ ഉറച്ച ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ പ്രായമോ സാഹചര്യങ്ങളോ ഒന്നിനും തടസ്സമല്ലെന്ന് തെളിയിച്ച ഒരു ഉമ്മയുടെ കഥയാണിത്. റഹ്മത്ത് എന്ന ഉമ്മച്ചിക്ക് ജീവിതം ഒരു വലിയ പോരാട്ടമായിരുന്നു. മലബാറിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ മണ്ണെണ്ണ വിളക്കിന്റെ വെളിച്ചത്തിൽ മക്കളെ പഠിപ്പിക്കാനും അവർക്ക് നല്ലൊരു ഭാവി നൽകാനും പാടുപെട്ട കാലം അവർക്ക് ഇന്നലെ എന്ന പോലെ ഓർമ്മയുണ്ട്. ഭർത്താവിന്റെ അപ്രതീക്ഷിത വിയോഗത്തിന് ശേഷം കുടുംബത്തിന്റെ മുഴുവൻ ഭാരവും ആ തോളിലായി. നാട്ടിലെ വീടുകളിൽ പലഹാരങ്ങൾ ഉണ്ടാക്കി നൽകിയും തയ്യൽ ജോലികൾ ചെയ്തുമാണ് അവർ മക്കളെ വളർത്തിയത്. എന്നാൽ മക്കൾ വളർന്നു വലിയ നിലയിലായപ്പോഴും തന്റേതായ എന്തെങ്കിലും ഒന്ന് ഈ ലോകത്ത് അടയാളപ്പെടുത്തണമെന്ന ആഗ്രഹം റഹ്മത്തിന്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരുന്നു. ഒരു ദിവസം തന്റെ പേരക്കുട്ടികൾ ഫോണിൽ നോക്കി ചിരിക്കുന്നതും വിശേഷങ്ങൾ പങ്കുവെക്കുന്നതും കണ്ടപ്പോഴാണ് യൂട്യൂബ് എന്ന ലോകത്തെക്കുറിച്ച് റഹ്മത്ത് ഗൗരവമായി ചിന്തിച്ചു തുടങ്ങിയത്. ഉമ്മച്ചി ഉണ്ടാക്കുന്ന ഈ വിഭവങ്ങളുടെ രുചി ലോകമറിയട്ടെ എന്ന് മകൾ പറഞ്ഞപ്പോൾ ആദ്യം അവർക്ക് പരിഭ്രമമായിരുന്നു. ക്യാമറയ്ക്ക് മുന്നിൽ എങ്ങനെ സംസാരിക്കും, ആളുകൾ എന്ത് വിചാരിക്കും എന്നൊക്കെ അവർ ഭയന്നു. എങ്കിലും തോൽക്കാൻ മനസ്സില്ലാത്ത ആ ഉമ്മ തന്റെ ആദ്യത്തെ വീഡിയോ ചിത്രീകരിച്ചു. ഒരു സാധാരണ അടുക്കളയിൽ വിക്കിയുള്ള സംസാരവുമായി തുടങ്ങിയ ആ യാത്ര ഒട്ടും എളുപ്പമായിരുന്നില്ല. തുടക്കത്തിൽ കാഴ്ചക്കാർ വളരെ കുറവായിരുന്നു. മാസങ്ങളോളം കഷ്ടപ്പെട്ട് വീഡിയോകൾ ഇട്ടിട്ടും വേണ്ടത്ര ഫലം ലഭിക്കാതെ വന്നപ്പോൾ നാട്ടുകാരുടെ പരിഹാസം കൂടി. ഈ പ്രായത്തിൽ ഉമ്മച്ചിക്ക് ഇതിന്റെയൊക്കെ വല്ല കാര്യവുമുണ്ടോ എന്നും ഇതൊക്കെ വെറും പ്രഹസനമല്ലേ എന്നും പലരും മുഖത്തു നോക്കി ചോദിച്ചു. പക്ഷേ റഹ്മത്ത് പിന്മാറിയില്ല. പകരം ഓരോ വീഡിയോയിലും അവർ മാറ്റങ്ങൾ വരുത്തി. സാങ്കേതിക വിദ്യയുടെ സങ്കീർണതകൾ അവർ തനിയെ പഠിച്ചെടുത്തു. വീഡിയോ എഡിറ്റിംഗിലെ ചെറിയ കാര്യങ്ങൾ മുതൽ ടൈറ്റിലുകൾ കൊടുക്കുന്നതുവരെ അവർ ക്ഷമയോടെ പരിശീലിച്ചു. ആരെങ്കിലും മോശം കമന്റുകൾ ഇടുമ്പോൾ അത് കണ്ട് കരയാതെ അത് തിരുത്താനുള്ള വഴികളാണ് അവർ ആലോചിച്ചത്. യഥാർത്ഥ വിജയം തേടിയെത്തിയത് അപ്രതീക്ഷിതമായിട്ടായിരുന്നു. ഗ്രാമത്തിലെ പഴയകാല നാടൻ പാട്ടുകൾ പാടിക്കൊണ്ട് താൻ കുട്ടിക്കാലത്ത് കഴിച്ചിരുന്ന ഭക്ഷണങ്ങളെക്കുറിച്ച് അവർ പങ്കുവച്ച ഒരു വീഡിയോ നിമിഷനേരം കൊണ്ട് വൈറലായി. റഹ്മത്തിന്റെ ആത്മാർത്ഥമായ ചിരിയും മായം കലരാത്ത സംസാരവും പ്രവാസികളായ മലയാളികളുടെ ഉള്ളിൽ ഗൃഹാതുരത്വമുണർത്തി. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും അവർക്ക് സന്ദേശങ്ങൾ വന്നു തുടങ്ങി. ഉമ്മച്ചി, നിങ്ങളുടെ വീഡിയോ കാണുമ്പോൾ നാട്ടിലുള്ള സ്വന്തം ഉമ്മയെ ഓർമ്മ വരുന്നു എന്ന വാക്കുകൾ അവർക്ക് നൽകിയ ഊർജം ചെറുതല്ലായിരുന്നു. പിന്നീട് അങ്ങോട്ട് റഹ്മത്തിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. തന്റെ കഠിനാധ്വാനം കൊണ്ട് 1,00,000-ലധികം വരിക്കാരെ അവർ നേടിയെടുത്തു. യൂട്യൂബിൽ നിന്നുള്ള വരുമാനം കൊണ്ട് തന്റെ കുടുംബത്തിലെ കടബാധ്യതകൾ തീർക്കാനും നാട്ടിലെ പാവപ്പെട്ട കുട്ടികൾക്ക് പഠിക്കാൻ സഹായം നൽകാനും അവർക്ക് സാധിച്ചു. തന്നെ പരിഹസിച്ചവർ ഇന്ന് റഹ്മത്തിന്റെ അടുത്ത് വന്ന് ഉപദേശങ്ങൾ ചോദിക്കുന്നു. മറ്റെവിടെ തോറ്റാലും തന്റെ സ്വപ്നങ്ങൾക്ക് മുന്നിൽ തോൽക്കരുത് എന്ന് ഓരോ വീഡിയോയുടെയും അവസാനം അവർ പറയുമ്പോൾ അത് കേൾക്കുന്ന ആയിരക്കണക്കിന് ആളുകൾക്ക് അതൊരു വലിയ പ്രചോദനമായി മാറി. ഒരു ചെറിയ സ്മാർട്ട് ഫോണും അതിലേറെ വലിയൊരു മനസ്സുമായി തുടങ്ങിയ ആ യാത്ര ഇന്ന് വലിയൊരു വിജയമായി മാറിയിരിക്കുന്നു. ഇന്നും റഹ്മത്ത് തന്റെ അടുക്കളയിൽ പുതിയ വിഭവങ്ങൾ പരീക്ഷിക്കുന്നു, പുതിയ കഥകൾ പറയുന്നു. ലോകമെമ്പാടുമുള്ള മലയാളി കുടുംബങ്ങളിലെ ഒരു അംഗമായി ആ ഉമ്മച്ചി മാറിക്കഴിഞ്ഞു. മടുപ്പ് തോന്നുന്ന ഇടങ്ങളിൽ നിന്ന് പുതിയൊരു തുടക്കം കണ്ടെത്താൻ കഴിയുന്നവരാണ് യഥാർത്ഥ വിജയികൾ എന്ന് റഹ്മത്ത് തന്റെ ജീവിതത്തിലൂടെ തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ജീവിതത്തിൽ തളർന്നു പോകുന്ന നിമിഷങ്ങളിൽ നമുക്ക് വേണ്ടത് കൈ പിടിച്ചുയർത്താൻ ഒരാളെയല്ല, മറിച്ച് നമ്മുടെ ഉള്ളിലെ ആത്മവിശ്വാസത്തെയാണ്. റഹ്മത്ത് എന്ന ആ ഉമ്മയുടെ കഥ നമ്മളെ പഠിപ്പിക്കുന്നത് അതാണ്. ആദ്യമൊക്കെ വീഡിയോകൾ ചെയ്യുമ്പോൾ ആരും കാണാനില്ലല്ലോ എന്ന് കരുതി വിഷമിച്ചിരുന്ന ആ ഉമ്മ ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്ന് നോക്കൂ. ആയിരക്കണക്കിന് ആളുകൾ ആ ഉമ്മയുടെ വാക്കുകൾക്കായി കാത്തിരിക്കുന്നു. ഒരു ദിവസം തന്റെ ചാനലിൽ 1,00,000 വരിക്കാർ തികഞ്ഞ ആ നിമിഷം റഹ്മത്ത് തന്റെ പഴയ അടുക്കളയിൽ ഇരുന്ന് സന്തോഷം കൊണ്ട് കരഞ്ഞുപോയി. തന്നെ കളിയാക്കിയവരുടെ മുന്നിൽ വാക്കുകൾ കൊണ്ടല്ല, തന്റെ വിജയത്തിലൂടെയാണ് അവർ മറുപടി നൽകിയത്.
പതറാത്ത മനസ്സും അള്ളാഹുവിലുള്ള വിശ്വാസവും ഉണ്ടെങ്കിൽ നമുക്ക് മുന്നിൽ ഒരു വാതിലും അടഞ്ഞുകിടക്കില്ല എന്ന് ആ ജീവിതം തെളിയിച്ചു. ഇന്ന് റഹ്മത്തുമ്മ വെറുമൊരു യൂട്യൂബർ മാത്രമല്ല, ഒരു വലിയ കുടുംബത്തിന്റെ നാഥയാണ്. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും സ്നേഹ സന്ദേശങ്ങൾ വരുമ്പോൾ എന്റെ മക്കൾക്കൊപ്പം നിങ്ങളുമുണ്ട് എന്ന് പറയുമ്പോൾ ആ ഉമ്മയുടെ മുഖത്ത് വിരിയുന്ന ആ ചിരിയാണ് ഈ യാത്രയുടെ ഏറ്റവും വലിയ സമ്മാനം. തോൽവികൾ വിജയത്തിലേക്കുള്ള ചവിട്ടുപടികൾ മാത്രമാണെന്ന് വിശ്വസിച്ച് മുന്നോട്ടു പോയാൽ ഏതൊരു സാധാരണക്കാരനും അസാധാരണമായ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതുവരെ നിങ്ങൾ നൽകിയ ആ വലിയ സ്നേഹത്തിനും പിന്തുണയ്ക്കും ഞാൻ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. നിങ്ങളുടെ ഓരോ കമന്റും ഓരോ ലൈക്കും എനിക്ക് നൽകുന്ന ഊർജം ചെറുതല്ല. ഈ ചെറിയ ഉമ്മയുടെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇനിയും എന്നെ പിന്തുണയ്ക്കണം. ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുവരെ നമ്മുടെ ഈ കൊച്ചു കുടുംബത്തിൽ അംഗമാകാത്തവരുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ എന്നെയും ഉൾപ്പെടുത്തണം. ഇൻഷാ അല്ലാ, നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. വാതിൽപ്പടിയിലെ മൗനം ഇന്ന് വാചാലമാവുന്നു. കാലം മായ്ക്കാത്തീ പുഞ്ചിരി കൈത്താങ്ങായി നിങ്ങളോർമകൾ. കൈത്താങ്ങായി നിങ്ങളോർമകൾ. കൈകളിൽ തെളിയുന്നു നാരുകളാൽ, കഥകൾ പറയുന്നു നന്മകളായി. മുറ്റത്തെ മണ്ണിൽ വിരിയും ചിരി, അസ്സലാം നേരുന്നു റഹ്മത്തിൻ കിളി.